നമ്മുടെ സ്പിരിച്വൽ ഹാർട്ടിനെ ബാധിക്കുന്ന വേറൊരു വൈറസ് ആണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അത് സെൽഫ് ക്രിറ്റിസിസം ആകട്ടെ, ബാക്കിയുള്ളവരെ ക്രിറ്റിസൈസ് ചെയ്യുന്നതാകട്ടെ. നമുക്ക് എപ്പോഴാണ് നമ്മളെയും ബാക്കിയുള്ളവരെയും ക്രിറ്റിസൈസ് ചെയ്യാനുള്ള അവകാശം ഉണ്ടാകുന്നത്? നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു 10 കാര്യങ്ങൾക്ക് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിന് നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം. ചില ആൾക്കാരുണ്ട് എന്തിനും ഏതിനും ക്രിറ്റിസൈസ് ചെയ്യും. അവരുടെ ക്രിറ്റിസിസം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ ചിലരുടെ ക്രിറ്റിസിസം ആകട്ടെ നമ്മൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. കാരണം എന്താണ്? അവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ ക്രിറ്റിസിസം സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന ആൾക്ക് അവര് പബ്ലിക്കിൽ പ്രസന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അത് തന്നെ അവർക്ക് റെപ്രസെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മളെല്ലാവരും ദൈവത്തിന്റെ പ്രതിനിധികളാണ്, ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഈ ക്രിറ്റിസിസം അനുഭവിക്കുന്ന ആൾക്ക് പ്രസന്റ് ചെയ്യാനും റെപ്രസെന്റ് ചെയ്യാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുപോലെ തന്നെ അവർക്ക് സ്നേഹം അക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രകടിപ്പിക്കാനും ബ്ലോക്ക് ഉണ്ടായിരിക്കും. വേദഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഹേസിബു കബല ആൻഡ് ടു ഹേസബു. ഇത് ഒരു തരത്തിലുള്ള ക്രിറ്റിസിസം അല്ലേ നമുക്ക് തോന്നാം. ഇത് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമാണ്. അതായത് നമ്മൾ നമ്മുടെ ആക്ഷൻസ് തോട്ട്സ് ഒക്കെ ഒന്ന് വിലയിരുത്തിയിട്ട് നമുക്ക് എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാനുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാം. ദൈവം തമ്പുരാൻ എന്ന് പറയുന്നത് കാരുണ്യവാനാണ്, ക്ഷമിക്കുന്നവനാണ്. അപ്പൊ നമ്മളെ സ്വയം കുറ്റപ്പെടുത്താതെ നമ്മളെ കർമ്മങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിനെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയാണ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. താങ്ക് യു.